വെൽക്കം ബാക്ക് ടു അവർ ലേൺ ടു ലേൺ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വിഷയവുമായാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നാം തരത്തിലുള്ള അഡ്മിഷനാണ് വന്നിരിക്കുന്നത്. ആ അഡ്മിഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് വീട്ടിലിരുന്ന് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പ് അതല്ലെങ്കിൽ മൊബൈലിലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെയാണ് ഈ തവണ നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യമായി സമ്പൂർണ്ണ എന്ന് നമുക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സമ്പൂർണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ വരും. അവിടെ നമുക്ക് സമ്പൂർണ്ണ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ വിൻഡോയിൽ നമുക്ക് മുകളിൽ കാണാം സമ്പൂർണ്ണ ഓൺലൈൻ അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഫോർ ക്ലാസ് 1 ഫോർ അതർ ക്ലാസ്സസ് ഫ്രം 26th May 2021. അപ്പം നമുക്കറിയാം മറ്റ് ക്ലാസ്സുകൾ 25-ാം തീയതിയോടുകൂടാണ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് കൂടി ഈ സമ്പൂർണ്ണക്കകത്ത് വന്നതിന് ശേഷം മാത്രമേ മറ്റ് ക്ലാസ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാനോ TC കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ. അതിന് 1-ാം ക്ലാസ്സിൻ്റെ നമുക്കിപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ യൂസർ ഗൈഡ് ഉണ്ട്, നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്, ഗവൺമെൻറ് ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ ഓൺലൈൻ അഡ്മിഷൻ എന്ന് പറയുന്ന ന്യൂ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമുക്കിവിടെ കാണാം. അഡ്മിഷൻ ഫോം, പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഫുൾ നെയിം അല്ലേ, മുഴുവനായ പേര് ചോദിക്കുന്നുണ്ട്. പരമാവധി നമ്മൾ ക്യാപ്സിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മലയാളത്തിൽ പേര് ചോദിക്കുന്നുണ്ട്, അപ്പം മലയാളത്തിലും ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ദെൻ നാഷണാലിറ്റി ഇന്ത്യ, ഓൾറെഡി ഇവിടെ ഉണ്ട് ഇന്ത്യ. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ, റിസൈഡിങ് ഹോസ്റ്റലിലാണോ അല്ലേ എന്ന് SC/ST കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവിടെ നമുക്ക് SC/ST കുട്ടികളല്ലെങ്കിൽ നോ കൊടുക്കാം. EID UID ഉണ്ടോ എന്നുള്ളതാണ്. അറ്റ് പ്രസൻറ്റിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതവിടെ കൊടുക്കുക. അതിന് റീസൺ കൊടുക്കുക. അങ്ങനെ UID ഇല്ലാത്തതിന് റീസൺ കൊടുക്കുക. ശരിക്കും UID EID മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാവും. അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ അത് എടുത്തു വെക്കുന്നത് നല്ലതാണ് ഈ സാഹചര്യത്തിൽ അല്ലെങ്കിലും. അപ്പോൾ അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ UID നമ്പർ ചോദിക്കും. UID നമ്പർ അടിച്ചു കൊടുക്കുക. ഇനി UID അല്ല EID ആണ് ഉള്ളതെങ്കിൽ, അതായത് UIDക്കുള്ള അപേക്ഷ സമർപ്പിച്ചതാണ് എങ്കിൽ EID നമ്പർ ആയിരിക്കും, അത് കൊടുക്കാവുന്നതാണ്. ഇനി അഡ്മിഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് സ്കൂൾ ചോദിക്കുന്നു. ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ വേണ്ടത് എന്നാണ്. അപ്പം അഡ്മിഷൻ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഞാൻ കോഴിക്കോട് കൊടുത്തു, സെർച്ച് ഹിയർ. അപ്പോൾ സ്കൂള് ചോദിക്കുന്നുണ്ട്. അപ്പം ഏത് സ്കൂളിലാണ് നമുക്ക് അഡ്മിഷൻ വേണ്ടത് എന്നുള്ളത് ഇവിടെ നോക്കി, ഒന്നുകിൽ ഇവിടെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം എവിടെയൊക്കെ സ്കൂളുകളുണ്ട് കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവുന്നതാണ്. ഹസനിയ UPS മുട്ടാഞ്ചേരി. ദെൻ ക്ലാസ് 1-ാം ക്ലാസ്സിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് മന്ത് ഇയർ ഫോർമാറ്റിലാണ് ഡേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലേസ് ഓഫ് ബർത്ത് അല്ലേ, പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ നമുക്ക് എവിടെയാണ് ജന്മസ്ഥലം അല്ലേ, ബ്ലഡ് ഗ്രൂപ്പ്, റിലീജിയൻ കൊടുക്കാം, റിലീജിയൻ. ദെൻ കാറ്റഗറി, നെയിം ഓഫ് മദർ ചോദിക്കുന്നുണ്ട്, ഗാർഡിയൻ ചോദിക്കുന്നുണ്ട്, ഫാദർ ആണോ മദർ ആണോ, അതോ അതർ സ്പെസിഫൈ ഇൻ ദ ടെക്സ്റ്റ് ബോക്സിൽ. ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് അവിടെ ചേർത്ത് കൊടുക്കാം. നെയിം ഓഫ് ഫാദർ, ദെൻ റിലേഷൻഷിപ്പ് ഫാദർ ആണ്, ദെൻ നെയിം ഓഫ് ഗാർഡിയൻ. ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്, ഓക്യുപ്പേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഏത് ജോലിയിലാണ്, അച്ഛൻ ഏത് ജോലി, ആനുവൽ ഇൻകം കൊടുക്കണം. പിന്നെ APL ആണോ BPL ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാം. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ. ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി, പ്ലീസ് നോട്ട് ആപ്ലിക്കേഷൻ നമ്പർ. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പറയുന്നുണ്ട്. ആ നമ്പർ കൃത്യമായി നമ്മൾ എഴുതി വെക്കണം. 12477. ഫ്യൂച്ചർ റെഫറൻസിന് അത് ആവശ്യമാണ്. ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമാണ്. ദെൻ അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഹൗസ് നെയിം, ദെൻ സ്ട്രീറ്റ് ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ്, റവന്യൂ ഡിസ്ട്രിക്ട്, ജില്ല ചോദിക്കുന്നുണ്ട്. ജില്ല നമുക്ക്
കോഴിക്കോട്. അവിടെ താലൂക്ക് ചോദിക്കുന്നു, കോഴിക്കോട് താലൂക്ക്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ലോക്കൽ ബോഡി സെലക്ട് ചെയ്യാൻ പറയുന്നു. വടവൂര്. പോസ്റ്റ് ഓഫീസ്. ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് അത് ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്താൽ മതി, പിന്നീട് കൊടുക്കാവുന്നതാണ്. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വീണ്ടും ചോദിക്കുന്നു. രണ്ടാമത്തെ മീഡിയം ചോദിക്കുന്നു. ഏത് മീഡിയത്തിലാണ് പഠിക്കുന്നത്? മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ എന്ന് ചോദിക്കുന്നു. അവിടെ മലയാളം മീഡിയം കൊടുക്കും. ദെൻ പുറകിലേക്ക് പോകണമെങ്കിൽ പുറകിലേക്ക് പോകാം, അതല്ലെങ്കിൽ സേവ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാം. ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി. പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫുൾ നെയിം, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, നാഷണാലിറ്റി എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഫൈനൽ സബ്മിഷൻ കൊടുക്കാറുണ്ട്. ബ്ലൂ ബട്ടൺ കാണാം. അവിടെ ഒരു സത്യപ്രസ്താവന കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സത്യപ്രസ്താവന കൊടുക്കേണ്ടതുണ്ട്. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നു. ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു സ്കൂൾ സക്സസ്ഫുള്ളി ഇല്ലേ. ഇനി നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് താഴെ. ആ നമ്പർ നമ്മൾ എഴുതി വെക്കാൻ മറക്കരുത്. ആ നമ്പർ എഴുതി വെക്കണം. ഫർദർ റെഫറൻസിന് അത് ആവശ്യം വരും. ഈ ആപ്ലിക്കേഷനും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ചായിരിക്കും ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ഓർത്ത് വെക്കണം. ഇത്രയാണ് പ്രധാന കാര്യങ്ങൾ. നമുക്ക് അവിടെ പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എടുത്തിട്ട് നമ്മൾ കൈവശം വെച്ചാൽ മതി. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കാം. ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ നമുക്കിവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഫോർമാറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോകാൻ പാടില്ല. ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കും. ചെക്ക് സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ അപേക്ഷിച്ച അമിന ഹനൻ എന്ന് പറയുന്ന കുട്ടി, സ്കൂൾ നെയിം ഹസനിയ UPS സ്കൂൾ, ക്ലാസ് 1-ാം തരം. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലാണ്. സ്കൂളിൽ ക്ലർക്കുമാരും അധ്യാപകരൊക്കെ വരുന്ന മുറയ്ക്ക് അവർക്ക് ഈ സമ്പൂർണ്ണ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും, നമ്മുടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. എന്നിട്ട് അവർക്ക് റിജക്റ്റ് ചെയ്യാൻ കാരണം ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഏതായിരുന്നാലും ഈ അവസരത്തിൽ എന്തായാലും ആപ്ലിക്കേഷൻസ് പരമാവധി റിജക്റ്റ് ചെയ്യില്ല എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് കുട്ടികളുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ അയക്കുക. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസും വിദ്യാഭ്യാസ വാർത്തകളും തൊഴിൽ അപ്ഡേഷൻസുമായി ഇനിയും മറ്റു വീഡിയോകളുമായി നമുക്ക് കടന്നു വരും. എല്ലാവർക്കും ബൈ.